പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഗുഡ് ടു സീ ഓൾ ഓഫ് യു ആൻഡ് ഓൾസോ ഗുഡ് ടു സീ ലിയെ എല്ലാവർക്കും അറിയില്ലായിരിക്കും, ചിലർക്കൊക്കെ അറിയാം. കൊച്ചുകുട്ടിയായിട്ട് എനിക്ക് 3 വയസ്സ് കാണുമായിരിക്കും. 3 വയസ്സുകാരിയായിട്ട് നമ്മളുടെ ചർച്ചിൽ വന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ അവൾ ഫെഡറൽ ബാങ്കിലെ ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. ഈ ഒരു മെസ്സേജ് തയ്യാറാക്കാൻ ഞാൻ ധാരാളം സമയം പഠിച്ചു, വായിച്ചു, പ്രാർത്ഥിച്ചു. അതത്ര എളുപ്പമുള്ള മെസ്സേജായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രസംഗിക്കാൻ മാത്രമല്ല, അത് ജീവിതത്തിൽ കൊണ്ടുവരാനും. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക്, ദൈവവചനം അറിഞ്ഞവർക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വചനം അനുസരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ടുഡേ വി വിൽ ലുക്ക് അറ്റ് ദ സെക്കൻഡ് ടോപ്പിക്, ഷെയറിംഗ് ലവ് ഫ്രം ദ ഫാദർ ത്രൂ ദ സൺ ടു ഓൾ പീപ്പിൾ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് പുത്രൻ വഴി എല്ലാവരിലേക്കും സ്നേഹം പങ്കിടുന്നു. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ലവ് ഫ്രം ദ ഫാദർ ത്രൂ ദ സൺ ടു ഓൾ പീപ്പിൾ. പിതാവിൻ്റെ സ്നേഹം ക്രിസ്തുവിലൂടെ നമ്മളെ കാണിച്ചു, അത് മറ്റുള്ളവരിലേക്ക് പങ്കിടുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. 1 John 4:7-12. ക്രിസ്മസ് എന്ന് പറയുമ്പം വി തിങ്ക് അബൌട്ട് ക്രിസ്മസ് ട്രീസ്, വി തിങ്ക് അബൌട്ട് ലൈറ്റ്സ്, വി തിങ്ക് അബൌട്ട് സ്റ്റാർസ്, കാരൾ അല്ലേ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ലൈറ്റ്സ്, കാരൽ സിംഗിങ്, ട്രീ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ക്രിസ്മസ് എന്ന് പറയുന്നത് അത് നമ്മൾ മുമ്പേ കേട്ടതുപോലെ പിതാവ് നമുക്ക് ക്രിസ്തുവിലൂടെ നമ്മളെ കാണിച്ച സ്നേഹം മറ്റുള്ളവരിലേക്ക്, എല്ലാവരിലോട്ടും, നമ്മളെപ്പോൾ ഇരിക്കുന്നവർ, നമ്മളെപ്പോൾ ഇരിക്കാത്തവർ, എല്ലാവരിലോട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുന്നതാണ് ക്രിസ്മസ്. പിതാവ് ക്രിസ്തുവിനെ ഈ ലോകത്തിലോട്ട് അയച്ചതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരു പ്രവർത്തനമായിരുന്നു. പിതാവ് പുത്രനെ ഈ ലോകത്തിലോട്ട് അയച്ചത് പിതാവിൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഇറ്റ് വാസ് എൻ ആക്ഷൻ ഓഫ് ഫാദർ. ഒരു പ്രവർത്തനം. നമുക്ക് പിതാവ് പ്രവർത്തനത്തിലൂടെ ദൈവം നമ്മളെ കാണിക്കുകയാണ്. ദിസ് ഇസ് എ ലവ് ദാറ്റ് മൂവ്സ്, ദിസ് ഇസ് ദ ലവ് ദാറ്റ് കെയിം, ദിസ് ഇസ് ദ ലവ് ദാറ്റ് സ്റ്റേസ്, ദിസ് ഇസ് ദ ലവ് ദാറ്റ് ട്രാൻസ്ഫോംസ്. ചലനമുള്ള ഒരു സ്നേഹമാണ്, വരുന്ന സ്നേഹമാണ്, നിലനിൽക്കുന്ന സ്നേഹമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ് ഈ സ്നേഹം. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള 1-2 പാട്ടുകൾ നമ്മൾ പാടിയല്ലോ. നമ്മളുടെ കൂടെ നിന്ന് ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പോലെ ആക്കിയെടുക്കുന്ന ഒരു സ്നേഹമാണ് ക്രിസ്മസിലൂടെ ദൈവം നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൻ്റെ നിർവചനം ഈ ക്രിസ്മസിലൂടെയാണ് നമ്മൾ കാണുന്നത്. ദ ഡെഫിനിഷൻ ഓഫ് ലവ് ഈസ് സീൻ ബിക്കോസ് ഓഫ് ക്രിസ്മസ്. ഈ സ്നേഹം എന്താണ്? 1 യോഹന്നാൻ ഈ ലേഖനത്തിൽ തന്നെ 16-ാം വാക്യത്തിൽ അതിൻ്റെ നിർവചനമുണ്ട്. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിയുന്നു. എന്താണ് സ്നേഹം എന്ന് ചോദിക്കുമ്പം നമുക്കൊക്കെ പല നിർവചനങ്ങളുണ്ട്. എന്നാൽ സ്നേഹത്തിൻ്റെ നിർവചനം ബൈബിളിൽ കാണുന്നത് ഈ അധ്യായങ്ങളിലാണ്. ബൈബിളിൽ കാണുന്ന സ്നേഹം എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 യോഹന്നാൻ 3:16, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിയുന്നു. സ്തോത്രം. ഈ 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ നമ്മളിലോട്ട് വന്ന സ്നേഹം, ഹൗ വിൽ വി ഷെയർ വിത്ത് അതേഴ്സ്? എങ്ങനെ നമുക്ക് മറ്റുള്ളവരുമായി പിതാവിലൂടെ നമ്മളിലോട്ട് വന്ന ആ സ്നേഹത്തെ, ക്രിസ്തുവിലൂടെ നമ്മളിലോട്ട് വന്ന സ്നേഹത്തെ എങ്ങനെ നമുക്ക് പങ്കിടാം? അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് 1 യോഹന്നാൻ്റെ ലേഖനം
4-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം മാത്രമൊന്ന് വായിക്കാമോ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യം മാത്രമൊന്ന് വായിക്കാമോ? പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ മതി 8. ദൈവം സ്നേഹം തന്നെ. ഇവിടെ നമ്മൾ വായിക്കുന്നു, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ ഒരു ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ലവ് ബിഗിൻസ് വിത്ത് ദ ഫാദർ. സ്നേഹം പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ് സ്നേഹം ഉത്ഭവിക്കുന്നത്. ഈ സ്നേഹം എന്ന് കേൾക്കുമ്പോൾ പല സ്നേഹങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിൽ ഓർമ്മ വരും. നമുക്കറിയാമല്ലോ, ബൈബിൾ എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഈ ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് 4 പദങ്ങളുണ്ട്. ഒന്ന് അഗാപ്പെ, വ്യവസ്ഥകളില്ലാത്ത ഗോഡ് സാക്രിഫിഷ്യൽ ലവ്, സ്വയം ത്യജിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് അഗാപ്പെ ലവ്. രണ്ടാമത് ഫിലിയ ലവ്. ഫിലിയ ലവ് എന്ന് പറയുമ്പം സഹോദര സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹമാണ്. സ്റ്റോർജെ എന്ന് പറയുന്ന വേറൊരു പദമുണ്ട്, അതിന് കുടുംബസ്നേഹം എന്ന് പറയാം, കുടുംബക്കാർ തമ്മിലുള്ള സ്നേഹം. ഈറോസ് എന്ന് പറഞ്ഞ വേറൊരു പദമുണ്ട്, അത് ആകർഷണവും വികാരപരമായ സ്നേഹം, അതാണ് റൊമാൻറ്റിക് ലവ് എന്നൊക്കെ പറയും. എന്നാൽ ഈ പദം ഈറോസ് എന്ന പദം പുതിയ നിയമത്തിൽ നാം കാണുന്നില്ല. പുതിയ നിയമത്തിൽ ഈറോസ് എന്ന പദം കാണുന്നില്ല. എന്നാൽ ഈ അധ്യായത്തിൽ കാണുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഏത് സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ സ്നേഹം അഗാപ്പെ ലവ് ആണ്. അഗാപ്പെ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്വയം ത്യജിച്ച് ഈ ഭൂമിയിൽ വന്ന യേശുവിൻ്റെ സ്നേഹത്തിന്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പറയുന്ന ആ വാക്കാണ് അഗാപ്പെ ലവ്. അപ്പോൾ ആ ഒരർത്ഥത്തിലൂടെ നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അഗാപ്പെ ലവ് ബിഗിൻസ് ഫ്രം ദ ഫാദർ. വ്യവസ്ഥകളില്ലാത്ത സ്വയം ത്യജിക്കുന്ന സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. അതുകൊണ്ട് പറയുകയാണ്, നാം അന്യോന്യം സ്നേഹിക്കുക. അപ്പോൾ അന്യോന്യം സ്നേഹിക്കേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താണ്? സ്നേഹത്തിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. സ്നേഹത്തിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. ഈ സ്നേഹത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പം ഈ അധ്യായങ്ങൾ പിന്നെയും പറയുന്നുണ്ട്. 7 മുതൽ 11 വരെയുള്ള വാക്യം മാത്രമല്ല, 16-ാം വാക്യം, 19-ാം വാക്യം, 2, 3, 4, 5 അധ്യായങ്ങളിലെല്ലാം ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പിന്നെയും സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ അന്നത്തെ സഭയ്ക്ക് എഴുതുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, സ്നേഹം ഒരിക്കലും മനുഷ്യൻ്റെ എന്തെങ്കിലും കരുണ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതല്ല. സ്നേഹം മനുഷ്യൻ്റെ എന്തെങ്കിലും അധ്വാനം കൊണ്ടുണ്ടാകുന്നതല്ല. മറിച്ച് ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ് അഗാപ്പെ ലവ്. ദൈവത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ് അഗാപ്പെ ലവ്. അപ്പോൾ എന്തുകൊണ്ട് നാം സഹോദരനെ സ്നേഹിക്കണം? ഒന്ന്, സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാണ്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ നടത്തുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് സ്നേഹത്തിൻ്റെ ഉറവിടം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കണം. രണ്ടാമത്തെ ഒരു കാരണം നമ്മളിവിടെ വായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ whoever loves has been born of God and knows God. അപ്പോൾ ആരൊക്കെ യാഥാർത്ഥ്യമായി ദൈവസ്നേഹത്തിൽ പങ്കാളികളാകുമോ അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ മാത്രമല്ല, അവർ ദൈവത്തെ അറിഞ്ഞവരും കൂടാണ്. അപ്പോൾ നമ്മളെ തന്നെ നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുമ്പം നമുക്ക് മനസ്സിലാകും, നാം ക്രിസ്ത്യാനികളായ നാം അഗാപ്പെ ലവ് ഉള്ളവരാണെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുമാത്രമല്ല, ദൈവത്തെ അറിയുന്നവരുമാണ്.
ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം, ജനിച്ചവർ എന്നുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം, അതൊരു പെർഫെക്റ്റ് ടെൻസിലാണ്. ദ വേർഡ് ബോൺ ഓഫ് ഗോഡ് ഈസ് യൂസ് ഇൻ പെർഫെക്റ്റ് ടെൻസ്. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ടെൻസ് നമുക്കറിയാമല്ലോ. ഇറ്റ് ഹാസ് ബിഗാൻ അറ്റ് വൺ ടൈം ആൻഡ് നൗ ഇറ്റ് കണ്ടിന്യൂസ്. ആരംഭിച്ചു, പാസ്റ്റിൽ ഭൂതകാലത്ത് ആരംഭിച്ചു, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാം ഒരു സമയത്ത് വീണ്ടും ജനനം പ്രാപിച്ചു, എന്നാൽ അതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ ഫലം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നോസ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ പദത്തിൻ്റെ അർത്ഥം ദൈവത്തെ പറ്റി അറിയുന്നതോ, ദൈവത്തെക്കുറിച്ച് കുറേ സത്യം അറിയുന്നതോ, ഉൽപ്പത്തിയിൽ ദൈവമുണ്ട്, വെളിപ്പാടിൽ ദൈവമുണ്ട്, ദൈവത്തെ പറ്റി അറിയുന്നതല്ല, മറിച്ച് ദൈവവുമായിട്ട് ആഴമായ ഒരു ബന്ധം, ദൈവവുമായിട്ട് എൻ്റേതെന്ന് പറയുന്ന, എന്നെ ദൈവം അറിയുന്നു, ഞാൻ ദൈവത്തെ അറിയുന്നു, ദൈവം എൻ്റേതാണെന്ന് പറയുന്ന വലിയൊരു ബന്ധമാണ് നോസ് ഗോഡ് എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പല ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകാൻ വളരെ താല്പര്യമാണ്. നല്ല കാര്യം, അവർ ആക്റ്റീവാണ്. കുറേ പ്രായമാകുമ്പോൾ പിന്നെ കുറേ നേരം ഇരിക്കേണ്ടി വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആക്റ്റീവാണ്, നല്ലത് തന്നെ. പക്ഷെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ദൈവവുമായിട്ടുള്ള അവരുടെ സ്നേഹത്തിൽ നിന്ന്, ആ ആഴമായ ബന്ധത്തിൽ നിന്ന് വരണം ഉത്ഭവിക്കാൻ. അല്ലെങ്കിൽ എന്തു പറ്റും? പ്രവർത്തനം കാണും, സ്നേഹമില്ല. ദൈവത്തോടുള്ള സ്നേഹമില്ലാത്ത പ്രവർത്തനം എന്താണ്? നമ്മൾ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ വായിക്കുമല്ലോ. ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വലിയ ബലം ഉണ്ടാകുകയില്ല. ദീർഘനാളുകളിൽ അവരുടെ ജീവിതത്തിൽ അത് സ്ഥായിയായി നിൽക്കണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, നമ്മൾ വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ ദൈവസ്നേഹത്തിൽ പങ്കുചേരുന്ന നമ്മൾക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, വി ആർ ബോൺ ഓഫ് ഗോഡ് ആൻഡ് വി നോ ഗോഡ്. എന്നാൽ ദിസ് ലവ് ഡസൻറ്റ് കം ഫ്രം ഹ്യൂമൻ എഫേർട്ട്. ഈ സ്നേഹം വരുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് ദിസ് കംസ് ഫ്രം ഗോഡ്. ഗോഡ് ദ ഫാദർ ഇസ് ദ സോഴ്സ് ഓഫ് ലവ്. നമ്മളുടെ സ്നേഹത്തിൻ്റെ ഉറവിടം, ഉത്ഭവമെന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ട് 4:8 വായിക്കുന്നു, അതുമാത്രമല്ല, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. 4:16 വായിക്കുന്നുണ്ട്, 4:8 വായിക്കുന്നുണ്ട്, ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. ഈ ലേഖനത്തിൽ ഗോഡ് ഈസ് ലൈറ്റ് എന്ന് പറയുന്നുണ്ട്, ദൈവം വെളിച്ചമാണെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ മറ്റൊരിടത്ത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാണെന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ദൈവം സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8 4:16. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് സ്നേഹമുണ്ട്, ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരെണ്ണം സ്നേഹമാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെ ചുരുക്കാൻ പാടില്ല. അതെല്ലാം സത്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഗോഡ് ലവ്സ് us, God has love, God is loving. One of the activities of God is love. ഇതെല്ലാം ശരിയാണ്. എന്നാൽ ഗോഡ് ഈസ് ലവ് എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും സ്നേഹമാണ്. ഒരു പ്രവൃത്തി മാത്രമല്ല, ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും സ്നേഹമാണ്. അത് മാത്രമല്ല, ലവ് ഈസ് ദ എസൻസ് ഓഫ് ഹിസ് ബീയിങ്. ലവ് ഈസ് എസെൻഷ്യൽ ടു ഗോഡ്സ് ബീയിങ്, നോട്ട് മിയർലി വൺ ഓഫ് ദി ആട്രിബ്യൂട്ട്സ് എമംഗ് അതേഴ്സ്. എന്ന് പറഞ്ഞാൽ സ്നേഹം ദൈവാസ്തിത്വത്തിൻ്റെ അനിവാര്യമാണ്. പല ഗുണങ്ങളിലൊന്നല്ല, മറിച്ച് അതവൻ്റെ ആസ്തിത്വത്തിൻ്റെ അന്തസത്താണ്. ഇറ്റ്സ് ദ എസെൻസ് ഓഫ് ഹിസ് ബീയിങ്. അപ്പോൾ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഞാൻ സഹോദരനെ സ്നേഹിക്കേണ്ടത്, മറിച്ച് എന്താണ്? ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ സഹോദരനെ സ്നേഹിക്കണം. അപ്പോൾ ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പം സ്നേഹം ദൈവമാണ്. അത് തെറ്റാണ്. നമ്മൾ മാത്സിലൊക്കെ പഠിക്കുമ്പോൾ A=B, അന്നേരം B=A എന്ന് നമ്മൾ പഠിക്കാറുണ്ടല്ലേ. പക്ഷെ ഇതങ്ങനല്ല. ദൈവം ഈക്വൽസ് സ്നേഹം, പക്ഷേ സ്നേഹം ഈസ് നോട്ട് ഈക്വൽ ടു ഗോഡ്. റിവേഴ്സ് തെറ്റാണ്.
സ്നേഹമായ എന്തെങ്കിലും ആർദ്രതയോടുള്ള പ്രവൃത്തി കണ്ടതുകൊണ്ട് അതൊരു ദിവ്യമായ സ്നേഹത്തിൻ്റെ അടയാളമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തെ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കും ദൈവത്തെ അറിയുന്നവർക്കും മാത്രമേ ശരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ. സ്തോത്രം. ഇവിടെ ദൈവം ആണ് സ്നേഹത്തെ നിർവചിക്കുന്നത്, സ്നേഹമല്ല ദൈവത്തെ നിർവചിക്കുന്നത്. ലവ് ഡസൻറ്റ് ഡിഫൈൻ ഗോഡ്, ബട്ട് ഗോഡ് ഡിഫൈൻസ് ലവ്. ദൈവമാണ് സ്നേഹത്തെ നിർവചിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ പറയത്തില്ലേ, ഐ ഫെൽ ഇൻ ടു ലവ്, ഞാൻ സ്നേഹത്തിൽ വീണുപോയി എന്നൊക്കെ പറയത്തില്ലേ. ദൈവം ഒരിക്കലും സ്നേഹത്തിൽ വീണുപോയതല്ല. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പം ലോജിക്ക് എനിക്ക് പറഞ്ഞു തന്നത് ഇതാണ്. വെള്ളം നനഞ്ഞു പോയെന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? വെള്ളം നനഞ്ഞിരിക്കുവാണ്, നമ്മളാണ് നനഞ്ഞു പോകുന്നത്. വെള്ളം നനഞ്ഞിരിക്കുകയാണില്ലേ, വെള്ളം നനഞ്ഞു പോയെന്ന് നമ്മൾ പറയാറില്ലല്ലോ. അതുപോലാണ് ദൈവവും സ്നേഹവും തമ്മിൽ വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. ദൈവമാണ് സ്നേഹത്തിൻ്റെ ഉറവിടം, ദൈവം സ്നേഹം തന്നെ. സ്തോത്രം. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ, നാം ദൈവത്തെ അറിയുന്നെങ്കിൽ we will love. If you are born of God, if you know God, നാം സ്നേഹിക്കും. അപ്പോൾ അതിൻ്റെ എന്താണ്? ഞാൻ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ വേണ്ടും പോലെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു പക്ഷെങ്കിൽ എന്നെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ട് കാണും, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടായി കാണും, പക്ഷെ അതിൻ്റെ ഫ്രൂട്ട് ഇന്ന് എനിക്കില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ, ഫ്രൂട്ട് ഇൻ അക്കോർഡിംഗ് ടു ദ റിപ്പൻറ്റൻസ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? തമ്മിൽ സ്നേഹിക്കണം. ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? അനുസരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് സ്നേഹിക്കുക എന്ന് പറയുന്നത്. എൻ്റെ ദൂരെയുള്ള എൻ്റെ കസിനെയോട് എനിക്ക് സ്നേഹിക്കാൻ വലിയ താല്പര്യമാണ്, കാരണം എപ്പോഴും കാണുന്നില്ലല്ലോ ഇല്ലേ. അടുത്തുള്ള അടുത്ത് കാണുന്ന എൻ്റെ ഫ്രണ്ടിനെയോ, അടുത്ത് കാണുന്ന എൻ്റെ റിലേറ്റീവിനെയോ, എൻ്റെ നെയ്ബറിനെയോ, എൻ്റെ ചർച്ചിൽ അപ്പുറത്തിരിക്കുന്ന സഹോദരിയെയോ, അത് പറയുമ്പോൾ നമുക്ക്, പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, അനുസരിക്കുമ്പോൾ നമ്മൾ തികഞ്ഞവരാകുന്നു. പുറകാലം നമ്മളത് നോക്കാം. ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തികഞ്ഞവരാകും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, പറഞ്ഞതേ ഇങ്ങനല്ല, ഇങ്ങനെ പറഞ്ഞെന്ന് ചിന്തിക്കരുത്. എന്നോടുകൂടെ ഞാൻ പറഞ്ഞത്. അടുത്ത് കാണുന്ന ആളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൂരെയുള്ള വല്ലപ്പോഴും കാണുന്ന അന്റാർട്ടിക്കയിലുള്ള എൻ്റെ ഫ്രണ്ടിനെ സ്നേഹിക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ദൈവസ്നേഹം തന്നെ, സ്നേഹത്തിൻ്റെ ഉറവിടം കർത്താവാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ദൈവത്തെ അറിയുന്നവനും സ്നേഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലോട്ട് വരുന്നു. എങ്ങനെ വരുന്നു? ക്രിസ്തുവിലൂടെ വരുന്നു. അപ്പോൾ ആദ്യം നാം കണ്ടത് ലവ് ബിഗിൻസ് ഇൻ ദ ഫാദർ, വിത്ത് ദ ഫാദർ. പിതാവിലാണ് സ്നേഹം ആരംഭിക്കുന്നത്. രണ്ടാമത് 9, 10, 1 യോഹന്നാൻ 4 9, 10 വാക്യങ്ങൾ നമ്മളൊന്ന് നോക്കാം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാ സ്നേഹമാകുന്നു. ഈ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കുന്ന വാക്യം ഏതാണ്? നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച യോഹന്നാൻ 3:16 അല്ലേ? ഫോർ ഗാഡ് സോ ലവ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. അങ്ങനെ നമ്മൾ ഓർക്കും. ക്രിസ്മസ് എന്ന് പറയുമ്പം നാം അതാണ് ഓർക്കേണ്ടത്. ക്രിസ്തുവിലൂടെ തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടത് ലോകത്തിലേക്ക് അയച്ചു. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ ഈ ലോകത്തിലോട്ട് അയച്ചതുകൊണ്ട്, നമ്മുടെ പാപത്തിന് പരിഹാരമായി അയച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തകർന്നിരിക്കുന്ന നമ്മുടെ ജീവിതം പാപം കൊണ്ടും രോഗം കൊണ്ടും
നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടും മറ്റുള്ളവരുടെ കയ്യിരിപ്പ് കൊണ്ടൊക്കെ തകർന്നിരിക്കുന്ന ഈ ലോകത്തെ ദൈവം നോക്കി. God looked at the broken world. എന്നിട്ട് ദൈവത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? വാട്ട് വാസ് ഗോഡ്സ് റെസ്പോൺസ് ടു ദ ബ്രോക്കൺ വേൾഡ്? കോപമല്ലായിരുന്നു, മറിച്ച് സ്നേഹമായിരുന്നു. ലവ് വാസ് ഹിസ് റെസ്പോൺസ്. അപ്പോൾ ക്രിസ്മസ് നമ്മളെ കാണിക്കുന്നത് എന്താണ്? ക്രിസ്മസ് ഷോസ് ദ ഹാർട്ട് ഓഫ് അവർ ഫാദർ ഇൻ ഹെവൻ. സ്വർഗസ്വനായ നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് ഈ ക്രിസ്മസ് കാണിക്കുന്നത്. ബൈ സെൻഡിങ് ഹിസ് സൺ, ഇവിടോട്ട് അയച്ചു. എന്തിന്? കാൺമീൻ ദാ ദൈവമക്കളെന്ന് അറിയപ്പെടുവാൻ, കാണപ്പെടുവാൻ. എത്ര വലിയ സ്നേഹമാണ് ദൈവം നൽകിയിരിക്കുന്നത്. 1 യോഹന്നാൻ 3:1 ദൈവമക്കളെന്ന് അറിയുക, നമ്മളെ ദൈവമക്കളാക്കാൻ വേണ്ടി വലിയ സ്നേഹം. അച്ഛനില്ലാത്ത സ്നേഹം, അമ്മയ്ക്കില്ലാത്ത സ്നേഹം, സഹോദരിക്കില്ലാത്ത സ്നേഹം, സഹോദരനില്ലാത്ത സ്നേഹം, ഭർത്താവിനില്ലാത്ത സ്നേഹം, കുഞ്ഞുങ്ങൾക്കില്ലാത്ത സ്നേഹം, ഭാര്യയ്ക്കില്ലാത്ത സ്നേഹം. ഇത്ര വലിയ സ്നേഹം ദൈവം നമ്മളെ കാണിച്ചു. എങ്ങനെ കാണിച്ചു? പുത്രനിലൂടെ, യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ കാണിച്ചു. അതുകൊണ്ടാണ് ജഡമായി, ശരീരമായി യേശു ഈ ലോകത്തിൽ വന്നത്. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ എന്താണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സ്വർഗസ്നായ പിതാവ് പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ സ്നേഹം ഒന്ന് കാണിച്ചോട്ടെ, ഞാൻ നിന്നെ എൻ്റെ സ്നേഹം ഒന്ന് കാണിച്ചോട്ടെ. എൻ്റെ പുത്രനെ നിനക്ക് തന്ന്, അതാണ് എൻ്റെ സ്നേഹം. സ്തോത്രം. മുമ്പൊരിക്കലും ദൈവം അത് ചെയ്തിട്ടില്ല. തന്നെത്താൻ ത്യജിച്ച് ഈ ഭൂമിയിലോട്ട് വന്നു. ദൈവമാണ് വന്നത്, യേശു ദൈവമാണ് വന്നത്. തൻ്റെ ഹൃദയം നമ്മളെ തുറന്നു കാണിക്കാൻ, തൻ്റെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹത്തെ തുറന്നു കാണിക്കാൻ. ജീസസ് came to unveil God's heart for us. നമ്മളോടുള്ള സ്നേഹം. എന്തുകൊണ്ടാണ് യേശുവിനെ ഈ ലോകത്തിലോട്ട് അയച്ചത്? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. വേഴ്സ് 9, because of God's love. Why? What's the reason that Jesus was sent? ഒറ്റ കാര്യമുള്ളൂ, എന്നോടുള്ള, നമ്മോടുള്ള, ലോകത്തിലോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. സ്തോത്രം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുക, ക്രൂശിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ മെയിഞ്ചർ, പുൽത്തൂട്ടിൽ കാണുന്നത് യേശുവിൻ്റെ സ്നേഹം മാത്രമല്ല നമ്മൾ അവിടെ കാണുന്നത്, പിതാവിന് ലോകത്തിലോട്ടുള്ള സ്നേഹം. നമ്മൾ യേശുവേ സ്നേഹമെന്ന് പറയുമ്പോൾ യേശുവേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്നാൽ യേശുവിനെ ഈ ലോകത്തിലോട്ട് അയക്കാനുള്ള കാരണം പിതാവിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ യേശുവിനെ അയച്ച് പിതാവ് തന്നിലേക്ക് തന്നെ നമ്മളെ നിരപ്പിക്കുകയായിരുന്നു. അതാണ് 1 കൊരിന്ത്യർ നാം വായിക്കുന്നത്, God reconciled the world to himself in Christ. ദൈവം തന്നിലേക്ക് ലോകത്തെ നിരപ്പിച്ചു ക്രിസ്തുവിലൂടെ. അപ്പോൾ ക്രിസ്തുവിലൂടെ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമല്ല, the love of the Father who sent the Son. That's what we see in Christ. ഇതിൻ്റെ ഈ ഒരു പ്രകടനത്തിൻ്റെ, ഈ പ്രത്യക്ഷമാക്കലിൻ്റെ ഔട്ട്കം എന്താണ്? so that we, അവനിൽ നാം ജീവിക്കേണ്ടതിന്, so that we might live. അതല്ലേ യോഹന്നാൻ 3:16 വായിക്കുന്നത്, നിത്യജീവൻ. യോഹന്നാൻ പിന്നെയും പറയുന്നുണ്ട് അവൻ്റെ സുവിശേഷത്തിലും ലേഖനങ്ങളിലും ഒക്കെ, ജീവൻ, സമൃദ്ധിയായ ജീവൻ നൽകേണ്ടതിന്, നിത്യജീവൻ നൽകേണ്ടതിന്. സ്തോത്രം. എനിക്കിവിടെ വീടും കാറും നല്ലതെല്ലാം നൽകി ഇവിടം കൊണ്ട് എന്നെ തീർത്ത് കളയാനല്ല, പിന്നെ മറിച്ച് നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ. ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ സമൃദ്ധിയായ ജീവൻ, abundant love while I am living here, and in forever eternal life. നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലോട്ട് അയച്ചു എന്ന് നാം കാണുന്നു. അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കാൻ അയച്ചിരിക്കുന്നു. അപ്പോൾ സ്നേഹിച്ച് എന്നെ യേശുവിനെ അയച്ച് എനിക്ക് ജീവൻ നൽകുന്നത് എങ്ങനെയാണ്? യേശുവിനായിട്ടൊരു ദൈവവുമായിട്ടുള്ള ബന്ധം യേശുവിൻ്റെ മരണത്തിലൂടെ ഞാൻ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ജീവൻ ഉണ്ടാകുകയുള്ളൂ. ഞാൻ മരിച്ചതായിരുന്നു, പാപത്തിൽ ഞാൻ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ എനിക്ക് ജീവൻ വരയ്ക്കാൻ വേണ്ടിയാണ് യേശുവിനെ അയച്ചത്. ആ ജീവൻ എങ്ങനെയാണ് എനിക്ക് ലഭിക്കുന്നത്?
യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആ മരണത്തിലൂടെ എനിക്ക് ദൈവം എൻ്റെ പാപം ക്ഷമിച്ച് ജീവനിലോട്ട് എന്നെ ഉയർപ്പിക്കുകയാണ്. അപ്പോൾ യേശുവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. യേശുവുമായിട്ടൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. അപ്പോൾ യേശു എൻ്റെ പാപം ക്ഷമിച്ചു. ആ ക്ഷമ ഞാൻ സ്വീകരിക്കുമ്പോഴാണ് എന്നിലേക്ക് ജീവൻ പകരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, യേശുവിലൂടെ, യേശുവിൻ്റെ മരണത്തിലൂടെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് ദൈവം എന്നെ സ്നേഹിച്ചതാണ്. സ്തോത്രം. ഞാൻ സ്നേഹം അന്വേഷിച്ച് പോയി ഞാൻ ദൈവത്തെ കണ്ടതല്ല. അല്ലെങ്കിൽ I was searching for God and then finally I met God. അങ്ങനല്ല. മുടിയനായ പുത്രൻ്റെ കഥയിൽ അറിയാമല്ലോ, പിതാവ് ഓടി വരുമായിരുന്നു. അതേപോലെ God loved me first. എന്നെ ദൈവം ആദ്യം സ്നേഹിച്ചു. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ ദൈവം എന്നെ സ്നേഹിച്ചു. എനിക്ക് ദൈവത്തിന് സ്നേഹം കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? എൻ്റെ സ്നേഹം പാപത്തു നിന്നുള്ള സ്നേഹമാണ്. പാപിയായ ഞാൻ എങ്ങനെ സ്നേഹിക്കും? നമുക്കറിയാമല്ലോ നമ്മുടെ കാര്യമൊക്കെ. ദൈവം എനിക്ക് നൽകുന്നതാണ് സ്നേഹം. ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത് സ്നേഹമാണെന്ന് പറയാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോട് തുല്യം ചെയ്യാൻ എൻ്റെ സ്നേഹത്തിന് കഴിയുകയില്ല. അതുകൊണ്ടല്ലേ നമുക്ക് വിഷമാകുമ്പോൾ പിന്നെ നമുക്ക് ബൈബിളെല്ലാം അങ്ങ് താത്തു വെക്കും. ക്ഷീണമാകുമ്പോൾ പിന്നെ നമ്മൾ കിടന്നങ്ങ് ഉറങ്ങും. ദൈവത്തിന് നമ്മോടുള്ളതാണ് സ്നേഹം. ആ സ്നേഹം ആദ്യം ദൈവം എന്നെ സ്നേഹിച്ചു. സ്തോത്രം. ലവ്, നാം പറഞ്ഞല്ലോ, സ്നേഹം മനുഷ്യൻ്റെ പ്രയത്നത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ദൈവം സ്നേഹമാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ കാണിച്ചത് എന്താണ്? സെൽഫ് സാക്രിഫൈസിങ്, പ്രായച്ചിത്തമായി, അറ്റോണിങ് സാക്രിഫൈസ്, തന്നെത്താൻ ത്യജിച്ച് എനിക്ക് വേണ്ടി മരിച്ചത്. അപ്പോൾ ക്രിസ്മസ് ഇവിടെ ട്രീയേ ഉള്ളൂ, പുൽത്തൊട്ടിയില്ല. പുൽത്തൊട്ടി നമ്മളെ കാണിക്കുന്നത് ക്രൂശിലോട്ടാണ്. യേശു ജനിച്ചപ്പോൾ തന്നെ പിതാവിനറിയായിരുന്നു യേശു നമ്മൾ മരിക്കുമെന്നറിയാമല്ലേ? നമുക്ക് മരിക്കുമെന്നറിയാം. പക്ഷെ നമ്മൾ ആരെങ്കിലും മരണത്തെക്കുറിച്ചൊന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നോ? നമ്മളാരും എന്നും മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. എന്തെങ്കിലും അപകടം വരുമ്പോഴാണ് വി തിങ്ക് അബൌട്ട് ലവ്, ഡെത്ത്. ഇസ് ദാറ്റ് റൈറ്റ്? എന്തെങ്കിലും അപകടം വരുന്നുണ്ടേ പെട്ടെന്ന് ഞാൻ മരണം എന്നോർക്കും. അല്ലാതെ ഇന്ന് രാവിലെ ആരെങ്കിലും ഞാൻ മരിക്കാൻ പോകുന്നു ചിന്തിച്ചോ? ഇല്ല. പക്ഷെ യേശു മെയിഞ്ചർ തൊട്ട്, പുൽത്തൊട്ടി തൊട്ട് യേശുവിന് അറിയായിരുന്നു മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാനായിട്ടാണ് വന്നതെന്ന്. അപ്പോൾ മെയിഞ്ചർ പോയിന്റ്സ് അസ് ടു ദ ക്രോസ്. നമ്മൾ പാരൻസാണ്, നമുക്ക് പാരൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്നേഹം കണ്ടീഷണലാണോ അൺകണ്ടീഷണലാണോ? നമ്മൾ പറയും, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരു അതിരുകളില്ലാതാണ് സ്നേഹിക്കുന്നത്. എത്രയോ കുഞ്ഞുങ്ങൾ ലോകത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നെന്നറിയാമോ? ഇന്ത്യയിൽ പ്രത്യേകിച്ച് എത്രയോ പെൺകുഞ്ഞുങ്ങൾ ജീവൻ കാണുന്നില്ല, ജനിക്കുന്നില്ല, ജനിച്ചു കഴിഞ്ഞ് മരണപ്പെടുന്നു. പ്രായമായി കഴിഞ്ഞിട്ടേ, നമ്മൾ കേട്ടിട്ടുണ്ടോ ഓണർ കില്ലിങ്, ദുരാഭിമാന കൊല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടോ? അതാരാണ് ചെയ്യുന്നത്? മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം അൺകണ്ടീഷണലാണോ? അല്ല. ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ അൺകണ്ടീഷണൽ. ദാറ്റ് ലവ് കെയിം ഫസ്റ്റ് സെർച്ചിങ് ഫോർ അസ്. ആ സ്നേഹം എന്നെ അന്വേഷിച്ച്, എന്നെ തിരഞ്ഞെടുക്കാൻ, എനിക്ക് വേണ്ടി മരിക്കാൻ, ആ സ്നേഹം എന്നെ അന്വേഷിച്ച് യേശുവിനെ ഈ ലോകത്തിലോട്ട് അയക്കുകയാണ്. സ്തോത്രം. നാം ഒരുപക്ഷെ സ്നേഹിക്കുന്നത് സ്കൂളിലൊക്കെ അറിയാമല്ലോ, അല്ല കോളേജിലൊക്കെ അറിയാം, അല്ല ഇപ്പം പ്രായമുള്ളവർക്കും തുടങ്ങിയിട്ടുണ്ട്. ഓ, ഹീ ഈസ് സ്മാർട്ട്, ഷീ ഈസ് സ്മാർട്ട്, ഹീ ഈസ് റിച്ച്, ഷീ ഈസ് റിച്ച്. അങ്ങനെയൊക്കെയാണ് സ്നേഹം. സോ വി റെസ്പോണ്ട് ഇൻ ലവ് ബിക്കോസ് വി സോ സംതിങ് ഗുഡ് ഇൻ ദി അതർ പേഴ്സൺ. ആ പേഴ്സണിൽ, നമ്മുടെ ഓബ്ജക്റ്റിൽ, അല്ലെ ഓ നല്ല ട്രീ എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മുടെ കണ്ണിന് ഇമ്പമായതുകൊണ്ടാണ് നമ്മൾ നല്ല ട്രീ ആണെന്ന് പറയുന്നത്. അല്ലെ നമ്മൾ എന്ത് പറയരുത്, ദൂരെ കളയില്ലേ? അപ്പോൾ നാം സ്നേഹിക്കുന്ന വസ്തുവോ വ്യക്തിയോ നമുക്ക് സന്തോഷം പകർന്നതുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. പക്ഷെ യേശു അങ്ങനെയല്ല നമ്മളെ സ്നേഹിച്ചത്. നാം പാപിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി മരിച്ചതിനുകൊണ്ട്
ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ അവൻ കാണിച്ചു. അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ദൈവമാണ് സ്നേഹം എന്താണെന്ന് നിർവചിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് പറയാം, ക്രൂശാണ് സ്നേഹം എന്താണെന്ന് നിർവചിക്കുന്നത്. എന്നിൽ വില കണ്ടിട്ടല്ല യേശു എന്നെ സ്നേഹിച്ചത്. എന്നിൽ എന്തെങ്കിലും നന്മ കണ്ടിട്ടല്ല യേശു എന്നെ സ്നേഹിച്ചത്. എന്നാൽ യേശുവിൻ്റെ നന്മ എന്നിൽ വരാൻ വേണ്ടി യേശു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. Manger points to the cross. Christian love is cruciform love. ക്രിസ്തീയ സ്നേഹം ക്രൂശു രൂപമുള്ള സ്നേഹമാണ്. ക്രിസ്തീയ സ്നേഹം ക്രൂശു രൂപമുള്ള സ്നേഹമാണ്. സ്തോത്രം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടല്ലോ, ലവ് ബിഗിൻസ് ഫ്രം ദ ഫാദർ. രണ്ടാമത് നമ്മൾ കണ്ടു, God, because he loves us, he sent his son. യേശുവിനെ ഇങ്ങോട്ട് അയച്ചത് കൊണ്ട് യേശുവിന് നമ്മോടുള്ള സ്നേഹത്തെ അവൻ പ്രത്യക്ഷനാക്കി. മൂന്നാമതായിട്ട്, ലവ് ഈസ് ടു ബി ഷെയർഡ് വിത്ത് ഓൾ പീപ്പിൾ. സ്നേഹം എല്ലാവരുമായി പങ്കിടണം. നമുക്ക് നോക്കാം, 1 യോഹന്നാൻ 4:11-12. 1 യോഹന്നാൻ 4:11-12. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കേണ്ടത് ആകുന്നു. ഫോർ എ ക്രിസ്ത്യൻ, ലവ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ, ഇറ്റ്സ് എ കമാൻഡ്. തിരഞ്ഞെടുക്കാൻ ഒന്നുള്ളതല്ല സ്നേഹം, മറിച്ച് അതൊരു കൽപ്പനയാണ്. സ്തോത്രം. അതൊരു പഴയ കൽപ്പനയാണ് എന്ന് ഈ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ കൽപ്പന എന്ന് പറയാൻ കാര്യം എന്താണ്? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വി റീഡ് ദാറ്റ് വി ഷുഡ് ലവ് ഗോഡ്. പുതിയത് എന്ന് പറയാൻ കാര്യം, യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ പ്രദർശിപ്പിച്ചത് കൊണ്ട് പറയുകയാണ്, പുതിയൊരു കൽപ്പന ഞാൻ പറയുകയാണ് എന്ന് യോഹന്നാൻ പറയുന്നു. കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി, ഹി ബിക്കേം ആൻ അറ്റോണിങ് സാക്രിഫൈസ് ഫോർ അസ്. സോ അതുകൊണ്ടാണ് പുതിയ കൽപ്പന എന്ന് നാം പറയുന്നത്. ഇവിടെ ഈ ഒരു പുസ്തകത്തിൽ പല ആവർത്തി ഇതൊരു കൽപ്പനയായി പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. 3:11 വായിക്കുന്നു, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ. 3:23, അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും ദൈവത്തിന് നമ്മോടുള്ള കൽപ്പനയാണ്. 4:11 പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ വായിച്ചത്, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 4:21 ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. സോ സിൻസ് ഗോഡ് സോ ലവ്ഡ് us, we also ought to love one another. ദൈവത്തിൽ നിന്ന് നമ്മളിലോട്ട് സ്നേഹം വന്നു. God poured out his love to us, but it should not stop here. എന്നിൽ ആ സ്നേഹം നിൽക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് അത് മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ഇറ്റ് ഷുഡ് ഫ്ലോ ഫ്രം us to others. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ. That love of God should flow from us to others. അതാണ് ക്രിസ്മസ് കാണിക്കുന്നത്. Father sent his son to love us, to show us what love is. Now we should allow that love to flow to others. പിതാവ് നമ്മളിലോട്ട് പകർന്ന സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് നാം പകരണം. സ്തോത്രം. We become channels. നമ്മളൊരു കണ്ടെയ്നർ ആകുകയില്ല, മറിച്ച് we become a channel. ചാനൽ എന്ന് പറയുന്നത് എന്താണ്? ഒഴുകിപ്പോകാൻ, നമ്മളിൽ നിന്ന് ഒഴുകിപ്പോകാൻ ഒരു മാർഗമായി കാണുന്നു. സ്തോത്രം. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. സോ ഗാഡ് ഈസ് ഇൻവിസിബിൾ, ബട്ട് ഹൗ ക്യാൻ ദിസ് ഇൻവിസിബിൾ ഗാഡ് ബിക്കം വിസിബിൾ? ഈ കാണാത്ത ദൈവം, അദർശനായ ദൈവത്തെ എങ്ങനെയാണ് പ്രത്യക്ഷനാകുന്നത്? ത്രൂ അവർ ലവ്. നമ്മുടെ സ്നേഹത്തിലൂടെ മറ്റുള്ളവർ കാണും, ഇതാണ് ദൈവസ്നേഹം, ഇതാണ് ദൈവം. സ്തോത്രം.
ആരും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ മറ്റുള്ളവർ നമ്മിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണും. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ ഇടപെടുന്ന വ്യക്തികളിലൂടെ ദൈവത്തെ എൻ്റെ സ്നേഹത്തിലൂടെ മറ്റുള്ളവർ കാണുന്നു. സ്തോത്രം. അതാണ് ആ അനുസരണത്തിലൂടാണ് നമ്മൾ തികവുള്ളവരായി തീരുന്നത്. അവൻ്റെ സ്നേഹം നമ്മളിൽ തികഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ അനുസരണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയിലുള്ള അനുസരണത്തിലൂടെ നാം എന്ത് ചെയ്യും? നാം തികവുള്ളവരായി തീരും. വി ബിക്കം പെർഫെക്റ്റഡ്. പല ആവർത്തി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. തികഞ്ഞവരാകുക. നമുക്കിഷ്ടമല്ല സ്നേഹിക്കാൻ, പ്രയാസമുള്ള കാര്യമാണില്ലേ? നമുക്ക് പണ്ട് കാലത്ത് അവർ ചെയ്തത് മുതൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അവർ ചെയ്തത് മുതലാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ കൽപ്പനയൊക്കെ ഓർക്കുമ്പോൾ നമുക്കെന്താണ്? അതെനിക്ക് പറ്റുകയില്ല, ദൈവം എന്നോട് അങ്ങ് ക്ഷമിച്ചോളും. അല്ല, വി നീഡ് ടു ഡു ആൻ എഫേർട്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ സഹായിക്കും. സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി കരുതാൻ. സ്തോത്രം. ദൈവം നമ്മളെ അതിനെ സഹായിക്കും. സോ ലവ് ബിഗിൻസ് ഫ്രം ദ ഫാദർ. സ്നേഹത്തിൻ്റെ ആരംഭം എവിടാണ്? ഉറവിടം എവിടമാണ്? പിതാവായ ദൈവം. എങ്ങനെയാണ് ദൈവം സ്നേഹം എന്താണെന്ന് നമ്മളെ കാണിച്ചത്? പുത്രനായ യേശു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ സ്നേഹം എന്താണ് എന്ന് നമുക്ക് ദൈവം കാണിച്ചു. ഈ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കൽപ്പന, നമ്മളോടുള്ള കൽപ്പന എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഷെയർഡ്. മറ്റുള്ളവരോട് ദൈവം നമ്മളോട് പറയുന്നു, ഷെയർ മൈ ലവ്. വി ആർ നോട്ട് കണ്ടെയ്നേഴ്സ്. ഒരു ബക്കറ്റല്ല നമ്മൾ, മറിച്ച് ഒരു പൈപ്പാണ്. പൈപ്പ് തുറന്നാൽ എന്ത് ചെയ്യും? വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ബക്കറ്റിനകത്തോ കുറേ കഴിയുമ്പം കൂത്താടിയാവില്ലേ? പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. ക്രിസ്മസ്, എനിക്കറിയാം നമ്മൾ ആ ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ക്രിസ്മസ് കേക്ക്, ഇന്ന് നമ്മൾ ഈ നെയ്ബർഹുഡിലൊക്കെ കേക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്, പാട്ട് പാടാൻ പോകുന്നുണ്ട്. പാട്ട് വേണം, കാരോൾസ് വേണം, പിന്നെ ക്രിസ്മസ് ട്രീ വേണം എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ക്രിസ്മസ് ഈസ് നോട്ട് കംപ്ലീറ്റ് അൺടിൽ ഗോഡ്സ് ലവ് ഈസ് സീൻ ഇൻ അവർ ലൈഫ്സ് ആൻഡ് when we don't share till we share it with others. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പാട്ടും ക്രിസ്മസ് ഫാദറും സ്റ്റാറും കേക്കും അത് മാത്രമല്ല. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം, നമ്മൾ അനുഭവിച്ച സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലോട്ട് പകരണം. ക്രിസ്മസ് ഈസ് അബൌട്ട് ഗോഡ് ഷെയറിങ് ഹിസ് ലവ് വിത്ത് ദ വേൾഡ് ആൻഡ് വിത്ത് മീ ആൻഡ് യു ആൻഡ് മീ ത്രൂ ജീസസ് ആൻഡ് ഷെയറിങ് ദാറ്റ് ടു അതേഴ്സ്. ക്രിസ്തുവിലൂടെ പിതാവ് നമ്മളിലോട്ട് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു. നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ആ ദൈവസ്നേഹം പകരുന്നതാണ് എന്ത്? ക്രിസ്മസ്. ക്രിസ്മസ് ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർക്കരുത് കേട്ടോ. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. അതൊരു ജീവിത ശൈലിയാണ്. ക്രിസ്മസ് ഇസ് എ ലൈഫ് സ്റ്റൈൽ. ഒരു ദിവസം നല്ലത് കാര്യം, പക്ഷേ നമ്മൾ എന്നും ഓർക്കണം, ഐ നീഡ് ടു ഷെയർ ഗോഡ്സ് ലവ് വിത്ത് അതേഴ്സ്. ദൈവം എനിക്ക് സ്നേഹം പകർന്നു. ക്രിസ്തുവിലൂടെ എൻ്റെ പാപമെല്ലാം ക്ഷമിച്ച് ദൈവവുമായി എനിക്കൊരു നിരപ്പ് നൽകി. ആ സ്നേഹം മറ്റുള്ളവരിലോട്ട് എനിക്ക് പകരണം. കുഞ്ഞുങ്ങളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും നാം നമ്മെ തന്നെ ഓർപ്പിക്കണം, ക്രിസ്മസ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. അതൊരു വേ ഓഫ് ലൈഫാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഇവൻറ്റ്, ഇറ്റ്സ് നോട്ട് എ ഡേ ഓർ എ സീസൺ, ബട്ട് ഇറ്റ്സ് എ ലൈഫ്. ചോദിക്കട്ടെ, നമുക്ക് പിതാവിൻ്റെ സ്നേഹം ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പപ്പാ മമ്മിമാരെയൊക്കെ നോക്കുമ്പം പക്ഷെ നമ്മൾ ഓർക്കുമായിരിക്കും, അതാണല്ലോ ദൈവത്തിൻ്റെ സ്നേഹം. ബിക്കോസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ പപ്പാ മമ്മി ആയിരിക്കുന്ന എല്ലാവരും, പപ്പാ മമ്മിമാരാകാൻ പോകുന്നവരും, വി ഓൾ ലവ് ഇൻ അവർ സിൻ. നമ്മുടെ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ഇച്ചിരിയൊക്കെ സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥതയിൽ നിന്നുള്ള സ്നേഹമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർ കാണിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള ഒരു അഗാപ്പെ ലവ്. അത് ആരെങ്കിലും ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനോട് സംസാരിച്ചാൽ പറയായിരുന്നു, ഐ ഓൺലി ട്രസ്റ്റ് ഗാഡ് 50%. 50% മാത്രമേ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നുള്ളൂ. അങ്ങനെ ദൈവസ്നേഹത്തിൽ ഒരു പൂർണ്ണമായ ആശ്രയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ
ദൈവത്തോട് പറയാമോ, കർത്താവേ, ഐ വോണ്ട് ടു സീ, ഓൾറെഡി ഹി ഹാസ് ഗിവൺ ദ ലവ്, ഐ വോണ്ട് ദ ലവ് ഓഫ് ഗോഡ്. കർത്താവെ, ആ സ്നേഹം എനിക്ക് വേണം, ആ സ്നേഹം എനിക്ക് വേണം. നൗ ആരെങ്കിലും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടില്ല, യു ആർ നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടൊരു ബന്ധത്തിലല്ല, അല്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെയൊക്കെ വീഴ്ച വന്നുപോയി, വിടവ് വന്നുപോയി, കണക്ഷൻ കട്ടായിപ്പോയി. ഓർക്കുക, ഗോഡ് സെൻഡ് ഹിസ് സൺ ടു ഷോ ഹൗ മച്ച് ഹി ലവ്സ് us. നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി ജനിച്ച, മേഞ്ചറിൽ ജനിച്ച ആ യേശുവിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കാണിച്ചതുകൊണ്ട് ആ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ പിതാവിങ്കിലേക്കുള്ള വഴി, യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഈ ക്രിസ്മസിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കാനായിട്ട് സാധിക്കും? ഐ ബിലീവ് വി ഷുഡ് ബിഗിൻ ഇറ്റ് അവർ ഹോം. നമ്മുടെ വീട്ടിലാണ്. കുഞ്ഞുങ്ങളാണേലും യൗവനക്കാരാണേലും പ്രായമുള്ളവരാണേലും, ഐ ബിലീവ് ദാറ്റ് ലവ്, ഷെയറിങ് ലവ് ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ സഹോദരങ്ങളോട്, സ്തോത്രം, ഈ സ്നേഹം നമുക്ക് പങ്കുവെക്കണം. പിന്നെ നമ്മുടെ അയൽവക്കങ്ങളിലുള്ളവരുണ്ടല്ലോ, അതുമാത്രമല്ല, ഈ ക്രിസ്മസിന് ആരും വിസിറ്റ് ചെയ്യാൻ ചെല്ലാത്ത ചില കുടുംബങ്ങളൊക്കെ നമുക്കറിയായിരിക്കും. ആരും ചെല്ലത്തില്ല, കുഞ്ഞുങ്ങളൊക്കെ ദൂരെയാണ്, ആരും ചെല്ലാറില്ല. അങ്ങനെയുള്ളവരെ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ, ആരുമില്ലാത്തവരെ, നമ്മളിടയ്ക്ക് കുറേ വർഷങ്ങൾ നമ്മൾ ഓർഫനേജ്, ചിൽഡ്രൻസ് ഹോമിൽ പോകുമായിരുന്നല്ലോ. അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തുമ്പോഴെന്താണ്, വി ആർ ഷെയറിങ് ഗോഡ്സ് ലവ് വിത്ത് അതേഴ്സ്. സ്തോത്രം. ക്രിസ്മസ് ഈസ് എ വേ ഓഫ് ലൈഫ്. ദൈവം നമ്മളുടെ സ്നേഹം, പിതാവ് നമ്മളോടുള്ള സ്നേഹം കാണിച്ചു, പുത്രനിലൂടെ കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, ഗോ ഷോ ഇറ്റ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് ഈ സ്നേഹം പങ്കിടുക. സ്തോത്രം. റെഡിയാണോ? നൗ ഇൻക്ലൂഡിങ് മീ, എന്നെ ഉൾപ്പെടെ പറയുകയാണ്. സ്തോത്രം. വെൻ വി തിങ്ക് അബൌട്ട് ലവ്, ഒത്തിരി അർത്ഥങ്ങൾ നമ്മൾ അതിന് കൊടുക്കും. എന്നാൽ ബൈബിളിലുള്ള അർത്ഥം അഗാപ്പെ ലവ് ആണ്.